ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖില. ഞാനിന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു പൊട്ടറ്റോ മസാലയുടെ റെസിപ്പിയായിട്ടാണ്. അതിനു വേണ്ടി ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. പാൻ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതി. അതിനുശേഷം ഒരു സ്പൂണ് കടുക് പൊട്ടിക്കുക. കടുക് നന്നായി പൊട്ടിക്കുക. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ഒരു സ്പൂൺ പെരുംജീരകം ഇട്ടിട്ട് പൊട്ടിക്കുക. പെരുംജീരകം നന്നായി മൂക്കണം, അതിൻ്റെ നല്ലൊരു സ്മെല്ല് ഉണ്ടാവണം. പെരുംജീരകം ഇടുന്നത് ഈ പൊട്ടറ്റോ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് കൊടുക്കും. പിന്നെ ഒരു 2-3 വറ്റൽ മുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ചൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു 7 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തത്, ഒരു 3 പച്ചമുളക് ചതച്ചെടുത്തത്, എല്ലാം കുറച്ചൊന്ന് മൂപ്പിച്ചെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊട്ടറ്റോ മസാലയാണ്. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഈ വെളുത്തുള്ളിൻ്റെയൊക്കെ ഒരു പച്ച മണം മാറുന്നവരെ ഒന്ന് വഴറ്റുക. പെരുംജീരകം ഇടുന്നത് ഒരു നല്ലൊരു മണത്തിന് വേണ്ടിയാണ്, നല്ല ടേസ്റ്റുമാണ്. ചെറിയ ജീരകത്തിനേക്കാളും വലിയ ജീരകം അതിട്ടാൽ നല്ലൊരു പൊട്ടറ്റോ മസാലയ്ക്ക് നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും ഒക്കെ കിട്ടും. വെളുത്തുള്ളി നന്നായി മൂത്തിട്ടുണ്ട്. ഇനി ഒരു 2 ചെറിയ സവാള ചെറുതായി അരിഞ്ഞത് ഇതിലേക്കിടുക. നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. സവാള പെട്ടെന്ന് മൂത്ത് കിട്ടാൻ ഒരു സ്പൂണ് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്താൽ സവാള പെട്ടെന്നൊന്ന് മൂത്ത് കിട്ടും. ഒന്ന് പെട്ടെന്നൊന്ന് വാടിക്കിട്ടിക്കോളും. ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. സവാള ചെറുതായി മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർക്കണം. തീ കുറച്ച് വെച്ച് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർക്കുക, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. അതുകൊണ്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്തിട്ട് നോക്കാം. ആദ്യം വേണ്ടത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു 1 ടീസ്പൂൺ മുളക് പൊടി. ഓരോരുത്തർ എരിവിന് കണക്കായിട്ട് മുളക് പൊടിയൊക്കെ ചേർത്താൽ മതി കേട്ടോ. 1 സ്പൂൺ മുളക് പൊടി. പിന്നെ ചേർക്കേണ്ട പൊടി 1 സ്പൂണ് മല്ലിപ്പൊടി, ഒരു നുള്ള് ഗരം മസാലപ്പൊടി. ഇത്രയും ചേർത്തിട്ട് ആ പൊടികളുടെ പച്ചമണലൊന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റുക. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യേണ്ടത് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കുക. ചെറുതായിട്ട് അരിഞ്ഞിട്ടായിരിക്കണം ചേർക്കേണ്ടത്. ഈ സമയത്ത് തന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് എത്രയാണെന്ന് വെച്ചാൽ ചേർക്കണം കേട്ടോ. ഈ തക്കാളി ചേർത്തിട്ട് തക്കാളി ഒന്ന് നല്ലോണം വെന്തൊടയണം. അതിൽ നമുക്കൊരു 1.5 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർക്കണം. ചൂടുവെള്ളമായാലും നല്ലത്. തക്കാളി ഒന്ന് വെന്തൊടയാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം ചേർക്കാം. അധികമൊന്നും വേണ്ട, ഒരു ചെറിയ ഗ്ലാസ് വെള്ളം. തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വെന്തൊടയണം. തക്കാളി ഒന്ന് വെന്തൊടയാൻ മൂടി വെച്ചിട്ട് വേവിക്കുക. ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവിക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടിയിൽ പിടിക്കാതെ നോക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. തക്കാളി വെന്തിട്ടുണ്ടോ നോക്കാം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി
വെച്ച ഈ പൊട്ടറ്റോയുടെ പീസസ് ചേർക്കാം. ഇതിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ കളറ് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാ ഈ ഒരു വലിപ്പത്തിൽ വേണം അരിയാൻ. ഇനി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ പീസായി കനം കുറച്ചിട്ട് വേണം അരിയാൻ. പെട്ടെന്ന് വെന്ത് കിട്ടാനും പെട്ടെന്ന് ഉടഞ്ഞു കിട്ടാനൊക്കെ നല്ലതാണ്. നന്നായി ഇളക്കി കൊടുക്കുക. മസാലയിൽ ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കണം. ഒരു 1.5 ഗ്ലാസ് വെള്ളം ചേർക്കണം. ഉരുളക്കിഴങ്ങ് വേവാനായിട്ടുള്ള വെള്ളം വേണമല്ലോ. അത് ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കണം. നന്നായി മസാലയിൽ ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ടിങ്ങനെ വരട്ടിയെടുക്കണേ. എന്നിട്ട് വേണം വെള്ളം ചേർക്കാൻ. മസാലയിൽ അതിലേക്കൊന്ന് ഇറങ്ങട്ടെ. ഒരു 3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വരട്ടിയെടുക്കണം. ഇനി നമുക്ക് വെള്ളം ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. ഉരുളക്കിഴങ്ങ് നന്നായി ഒന്ന് വെന്തൊടിയാനുള്ള വെള്ളം. ഇനി ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. നമുക്ക് പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. പൊട്ടറ്റോ ഒക്കെ കുറച്ച് വെന്തൊടഞ്ഞിട്ടുണ്ട്. പൊട്ടറ്റോ വെന്തിട്ടുണ്ടോ നോക്കാം. വെന്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അധികം ചാറൊന്നും വേണമെന്നില്ല. ഇങ്ങനെയാവുമ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പരുവത്തിലാണുള്ളത്. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ മസാല റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. കുറച്ചൊന്ന് മൂടി വെച്ചതിന് ശേഷം മാറ്റാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കും ചോറിൻ്റെ കൂടി ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല റെസിപ്പിയാണിത്. ബാച്ചിലേഴ്സിനും ഹോസ്റ്റലേഴ്സിനും ഒക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ മസാലേൻ്റെ റെസിപ്പി. ഓക്കെ, താങ്ക് യു.